ഹായ്, ഞാൻ ഹെന്ന അയ്യൂബ്. നമ്മൾ ഇന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷം ജോയിന്റ് ഫാമിലിയിൽ നിന്ന് മാറി ന്യൂക്ലിയർ ആയിട്ട് താമസിക്കുന്നതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ജനറലൈസ് ചെയ്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മാറി താമസിക്കുന്ന സമയത്ത്. എന്നാൽ കൂടെ നമുക്ക് കല്യാണം കഴിഞ്ഞതിന്റെ തുടക്കകാലത്ത് ഒരുമിച്ച് മാറി താമസിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ നമുക്ക് കംപ്ലീറ്റ്ലി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം കിട്ടും എന്നുള്ളതാണ്. വേറെ ആൾക്കാരുടെ ഇന്റർഫിയറൻസ് ഇല്ലാതെ നമ്മളായി തന്നെ നമുക്ക് ജീവിക്കാൻ അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ് നമ്മൾ മാറി താമസിക്കുന്ന സമയത്ത് കിട്ടുന്നത്. അപ്പൊ നമ്മളിപ്പം കുറെ കൂടെ ഫോർവേഡ് ആയിട്ടുള്ള ഒരു ജനറേഷനിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ ആൺപിള്ളേരാണെങ്കിലും വീട്ടിലെ കാര്യങ്ങളിൽ സഹായിക്കാനാണെങ്കിലും വൈഫിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ളിൽ അവർക്ക് നല്ല ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യാൻ റെഡിയാണ്. പക്ഷെ നമ്മളൊരു ജോയിന്റ് ഫാമിലിയിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇത് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്തു കൊടുക്കാൻ. അപ്പൊ വൈഫിനെ ഞാൻ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടുകാർ കാണുന്ന സമയത്ത് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ മുന്നേ ഞാൻ വീട്ടിൽ ഈ ജോലികളൊന്നും ചെയ്തിട്ടില്ല, വൈഫ് വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരെന്നെ കുറിച്ച് എന്ത് വിചാരിക്കും. അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള ഇല്ലോജിക്കൽ ആയിട്ടുള്ള ഇറലവൻ്റ് ആയിട്ടുള്ള തോട്ട്സുകൾ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്തരം ഗുഡ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഗുഡ് റെസ്പോൺസ് ഹസ്ബൻഡ്സിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. വൈഫിനാണെങ്കിലും ഞാൻ ഇത്ര മണിക്ക് എഴുന്നേക്കണ്ടേ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യണ്ടേ, ഞാൻ കിച്ചണിൽ ഇൻവോൾവ് ആയിട്ടില്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും. അപ്പൊ അങ്ങനെ കുറേ മെന്റൽ പ്രഷർ അറിഞ്ഞോ അറിയാതെയോ വരും എന്നുള്ളത് കൊണ്ട് തന്നെ മാറി താമസിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ രണ്ടുപേർക്കും അവരായി നിൽക്കാനും അവരായി ഷെയർ ചെയ്യാനും അവർക്ക് പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. കാരണം അവർക്ക് പറയാനുള്ളത് പറയാം, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവർക്ക് അടികൂടാനും സോൾവ് ചെയ്യാനും സ്നേഹം പ്രകടിപ്പിക്കാനും ഇതിനൊക്കെ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം നമ്മൾ മാറി താമസിക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് എന്താ പറയുന്നത്, രാത്രി ഒരു 12 മണിയാവുന്ന സമയത്ത് നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ആരോടും ചോദിക്കേണ്ടതായിട്ടോ പറയേണ്ടതായിട്ടോ ഒന്നുമില്ല. ജസ്റ്റ് അവർക്ക് പോവുക, അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുക, തിരിച്ചു വരിക. അപ്പം അതിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അവർ തന്നെ ഷെയർ ചെയ്യാനും മനസ്സിലാക്കാനും അവരുടെ ബോണ്ട് ഇതുവഴി കൂടാനും ഉള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങൾ അവർക്ക് ഷെയർ ചെയ്യാനും പ്ലാൻ ചെയ്യാനും പറ്റിയ ഒരു സ്പേസ് കൂടെ അവർ ഒരുമിച്ച് താമസിക്കുന്ന സമയത്തുണ്ടാകും. കാരണം ചില കാര്യങ്ങൾ അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വരും, ചില കാര്യങ്ങൾ അവരെന്ത് ചെയ്യേണ്ടി വരും, കുറയ്ക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സ്പെൻഡിങ് കൂട്ടേണ്ടതായിട്ട് വരും. ഇത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ഡിസ്കസ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും ഉള്ള ഒരു സ്പേസ് ഉണ്ടാവും എന്നുള്ളതാണ്. കാരണം ജോയിന്റ് ഫാമിലിയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു സ്റ്റാൻഡ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ചിലപ്പം ബുദ്ധിമുട്ടായിട്ട് വരുന്നതാണ്. അപ്പം അത്രയധികം ഫ്രീഡം കൊടുക്കുന്ന ഒരു വീട്ടുകാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്കത് സാധിക്കും, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ്മെന്റ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ മാറി താമസിക്കുമ്പോൾ അതും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് പ്ലാൻ ചെയ്യാനൊക്കെ പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സെക്ഷലി അവർ എത്രത്തോളം കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവരൊരു പ്രോക്സിമിറ്റി എത്രത്തോളം നമ്മൾ അടുത്ത് നിൽക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ കൂടി ചേരുന്നു. അപ്പം നമ്മളൊക്കെ പറയില്ലേ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ തൊട്ടടുത്തിരിക്കുന്ന ഒരാളാണ്. തൊട്ടടുത്ത് രണ്ട് ഫിസിക്കൽ ബോഡി അടുത്തിരിക്കുന്ന സമയത്ത് അവർ തമ്മിലൊരു സ്നേഹം ഉണ്ടാവാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഉള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മൾ ജോയിന്റ് ഫാമിലിയിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വൈഫിനെ ആകെ കൂടെ കാണുന്നുണ്ടാവുക രാത്രി ബെഡ്റൂമിൽ പോകുന്ന സമയത്തായിരിക്കും. ഇപ്പൊ അല്ല, നമ്മൾ മാത്രം താമസിക്കുന്ന ഒരു സ്പേസ് ആണെങ്കിൽ വിൽ പുട്ട് ഇൻ എഫേർട്ട് ടു ബി ജസ്റ്റ് അറൌണ്ട് ദി വൈഫ് അല്ലെങ്കിൽ ജസ്റ്റ് അറൌണ്ട് ദി ഹസ്ബൻഡ്. അപ്പൊ അതൊക്കെ ആ ഒരു ഫിസിക്കൽ പ്രോക്സിമിറ്റി ഡെഫിനറ്റ്ലി ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കൂട്ടാനും സെക്ഷലി അവർക്ക് കുറച്ചും കൂടെ ബ്യൂട്ടിഫുൾ ആയിട്ട് കണക്ട് ചെയ്യാനും. കാരണം ഒരു ബെഡ്റൂമിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അവരുടെ ഒരു ഇന്റിമേറ്റ് കണക്ഷൻ എന്ന് പറയുന്നത് അവർക്കുള്ള മൊത്തം സ്പേസ് അവർക്ക് യൂട്ടിലൈസ് ചെയ്ത് അവർക്ക് അത് എക്സ്പ്രസ് ചെയ്യാനും ഡിഫറെന്റ് ടൈമിൽ അവർക്ക് ഇന്റിമേറ്റ് ആവാനൊക്കെ ഉള്ള ഒരു സ്പേസ് നമ്മൾ മാറി താമസിക്കുന്ന സമയത്ത് പാർട്ട്നേഴ്സിന് കിട്ടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ കല്യാണം കഴിഞ്ഞ് നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പിള്ളേർ വരും, അല്ലെങ്കിൽ പ്രഗ്നൻസി വരും. ഈ പ്രഗ്നൻസിന്റെ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിന് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരിക്കും ഹസ്ബൻഡിന്റെ അടുത്ത് ഒരു സപ്പോർട്ട് കിട്ടുക, അല്ലെങ്കിൽ ഹസ്ബൻഡ് കൂടെ ഇരിക്കുക, അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള മസാജ് ചെയ്ത് കൊടുക്കുക, ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക കാര്യങ്ങളൊക്കെ. അപ്പൊ ഇതൊന്നും ചിലപ്പം ജോയിന്റ് ഫാമിലി ആവുന്ന സമയത്ത് നമുക്ക് കോൺഷ്യസ്ലി എഫേർട്ട് ഇടാൻ ബുദ്ധിമുട്ട് കാണാറുണ്ട്. ഇതൊന്നും സാധിക്കില്ല എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷേ കോൺഷ്യസ്ലി എഫേർട്ട് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷെ നമ്മളതായിട്ടുള്ള ഒരു സ്പേസ് വരുമ്പോൾ അത് ഏറ്റവും ഭംഗിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അതേപോലെ പിള്ളേർ വന്നു കഴിഞ്ഞാൽ രാത്രിയൊക്കെ ഒരുപാട് നേരം ഉറക്കമൊഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ഇതായി വരുമ്പം ഹൃദയം സിനിമയിലൊക്കെ കണ്ടതുപോലെ അവർ രണ്ടുപേരും മാത്രം ആവുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ ഒരു പാരന്റിങ്ങിൽ രണ്ടുപേർക്കും ഇൻവോൾവ് ചെയ്ത്
അതായത് ഒരാൾക്ക് കുറച്ചു നേരം അധികം ഉറങ്ങണമെങ്കിൽ മറ്റേയാൾ ടേക്ക് കെയർ ചെയ്യുന്നു, അപ്പൊ മറ്റേയാൾക്ക് റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് അവർ മനസ്സിലാക്കി കൂടെ നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പൊ കുറെ ഫാമിലീസ് എബ്രോഡ് താമസിക്കുന്ന സമയത്ത് അവർ നമ്മളെ കൗൺസിലിങ്ങിന് ആവശ്യത്തിന് വേണ്ടി നമ്മളെ വിളിക്കുന്ന സമയത്ത് അവർക്ക് നമുക്ക് കൊടുക്കാനുള്ള റിലേഷൻഷിപ്പ് ടിപ്സും കാര്യങ്ങളൊക്കെ അവർക്ക് പ്രാക്ടിക്കലാക്കാൻ കുറച്ചും കൂടെ സുഖമാണ്. കാരണം അവരവിടെ ന്യൂക്ലിയർ ആയിട്ട് താമസിക്കുന്നതുകൊണ്ട്. ഈ ഒരു വീഡിയോനെ നമ്മൾ മൊത്തമായിട്ടും ന്യൂക്ലിയർ ആയിട്ട് താമസിക്കുന്നത് മാത്രമാണ് ബെറ്റർ എന്നുള്ളതല്ല നമ്മൾ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മൾ തുടക്ക കാലങ്ങളിലെങ്കിലും നമ്മൾ ആ ഒരു ബോണ്ട് സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ജോയിന്റ് ഫാമിലിയിൽ താമസിക്കുന്ന സമയത്ത് നമ്മുടെ ബോണ്ട് കുറയുന്നുണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ടേക്ക് എ ബ്രേക്ക് ആൻഡ് മൂവ് ടു എ സിംഗിൾ സ്പേസ് വേർ നമ്മൾ മാത്രമുള്ള ഒരു സ്പേസിലേക്ക് മാറി നിന്ന് നമുക്ക് താമസിച്ച് നോക്കാവുന്നതാണ്. കാരണം നമ്മൾ ആ ഒരു ബോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടുപേർക്ക് ഒരുപാട് കാലം സന്തോഷത്തോടെ മുന്നോട്ട് പോകാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. അപ്പൊ എല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ.